നമുക്കൊന്ന് കൽമാസ് ഉണ്ടാക്കാം. അപ്പോൾ നോമ്പ് സ്പെഷ്യലായിട്ട് കൽമാസാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞത് ഇടുന്നുണ്ട്. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് 2 പച്ചമുളകും കൂടി ഇട്ട് അരച്ചതാണ്, അത് ചേർക്കുക. ഇനി നിങ്ങൾക്കത് അരിഞ്ഞിടണമെങ്കിൽ ഇടാം പച്ചമുളക്. ഞാനത് കുറച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി പച്ചമണം പോണ വരെ, ഒരുപാട് വഴണ്ട് പോകരുത്, പച്ചമണം പോണ വരെ ഇളക്കുക. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വെച്ച് വേവിച്ചെടുത്തതാണ്. അതായത് കുക്കറിലിട്ട് വേവിച്ചതല്ല, ഞാൻ പാനിൽ വെച്ച് വേവിച്ചതാണ്. ഇതൊന്ന് ഉപ്പ് മുളക് എല്ലാം നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട്. ചിക്കൻ പൗഡർ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിത്തഴയും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇറക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, വലിയ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്തുക. ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല വെട്ടി തിളയ്ക്കണ വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, ഉള്ളിൻ്റെയും നമ്മൾ അരച്ച മറ്റേ ജീരകത്തിൻ്റെയൊക്കെ. ഇനി ഇത് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കാം. ഇപ്പോൾ എല്ലായിടത്തേക്ക് വെള്ളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുറവായിട്ടുണ്ട്. ഈ കൈയിട്ട് നന്നായി നല്ല സോഫ്റ്റ് ആകണ വരെ നമ്മളത് കുഴച്ച് പരുവാക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി ഞാൻ കുറച്ച് എണ്ണയോ നെയ്യോ എന്താ വെച്ചാൽ കയ്യിലാക്കിയിട്ട് ഒരു ചെറിയ ബൗൾസാക്കി എടുക്കുക. പൊട്ടൽ വരാതാക്കുക. അതിനകത്തേക്ക് ഞാനതിൽ കുറച്ച് ഫില്ലിങ്സ് വയ്ക്കാം. ആദ്യം ഫ്രണ്ട് ഇങ്ങനെ അടയ്ക്കുക. അതിന് ശേഷം നമ്മൾ മറ്റേ ഉന്നക്കായ ആക്കണ പോലെ ആക്കിയെടുക്കാം. 2 കൈയിലും നന്നായിട്ട് ഓയിലാക്കാം.
ഇത് ഞാൻ ആവിയിൽ വെച്ചെടുക്കാൻ വേണ്ടി വയ്ക്കാം. ഇത് വേകാനായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കൽമാസ് ഒരു പ്രാവശ്യം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പൊട്ടിയിട്ടൊന്നുമില്ല, വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ കൂടെ ഞാൻ കുറച്ചെണ്ണം കൂടെ ഉണ്ട്, ഇതുകൂടെ വേവിക്കാൻ വയ്ക്കാം. നമുക്ക് ഈ കൽമാസ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി, വേറെ ചില്ലി വേണമെങ്കിലും ഉപയോഗിക്കാം, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ നന്നായി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കും. നന്നായി ചൂടാറിയ നമ്മുടെ കൽമാസ് ഇതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്മിൽ വയ്ക്കുക, എന്നിട്ടിത് വെച്ചെടുക്കാം. ഇതൊന്ന് സിമ്മിൽ വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം എടുക്കാം. അപ്പോൾ ഒന്ന് തിരിച്ചിടുക. എല്ലാം തിരിച്ചിട്ടുണ്ട്. സിമ്മിൽ വെക്കണം, ഇല്ലാച്ചാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. കുറച്ചെണ്ണം ഞാൻ ചില്ലിയിൽ വറുത്തെടുത്തിട്ടുണ്ട്, കുറച്ചെണ്ണം വറുത്തെടുക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.